ഇവിടെ വന്നേ കുട്ടികളെ കൊണ്ടുപോകാൻ നീ രണ്ടു കുട്ടികളുടെ ആരാ? എന്ത് ബന്ധുവാ നിനക്ക് ഇവരുമായിട്ടുള്ളത്? അതിപ്പോ സത്യമേ, ഇവരെ എന്റെ മകന്റെ കുട്ടികളാ. മതിയായിട്ടാ, മതിയായി ഈ പുല്ല് പിടിച്ച ജീവിതം. മാഡം എന്താ ഇവിടെ? എന്റെ സ്റ്റാഫിലെ അനുപല്ലവിയുടെ ഫാദർ ഇവിടെ അഡ്മിറ്റാ. ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ടീച്ചർ ഇന്ന് ലീവാണോ? ഹാഫ് ഡേ ലീവ് എടുത്തു. ബാക്ക് പെയിന്റെ പ്രോബ്ലം ഉണ്ട്. ട്രീറ്റ്മെന്റ് ഇവിടെയാ. കഴിഞ്ഞ ദിവസം പത്മിനിയും സത്യഭാമയും വന്നപ്പോ ടീച്ചർ എന്നെ തിരക്കിന്ന് പറഞ്ഞു. അത് ആനുവൽ ഡേയുടെ കാര്യം പറയാനാ. കുഴപ്പമില്ല, ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിക്കാൻ വന്നോളാം. ശരി, ഞാൻ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പൊ ഞാൻ നേരെ സ്കൂളിലേക്കാ പോകുന്നത്, അവരെ പിക്ക് ചെയ്യാൻ. അപ്പൊ കുട്ടികളെ രാവിലെ തന്നെ വിളിച്ചോണ്ട് പോയ കാര്യം മാഡത്തിനോട് പറഞ്ഞില്ലായിരുന്നോ? വിളിച്ചോണ്ട് പോയോ? ആര്? സത്യഭാമ. അവരുടെ മുത്തച്ഛൻ എന്തോ അസുഖമാന്നാ പറഞ്ഞത്. മാഡത്തിനോട് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നെന്നാ എന്നോട് പറഞ്ഞത്. മാഡത്തിനോട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ തമ്മില് കുടുംബപരമായിട്ട് എന്തെങ്കിലും പിണക്കോ മറ്റോ? അല്ല, സത്യഭാമ വന്നങ്ങനെ വിളിച്ചോണ്ട് പോവാത്തതാണ്. ഇല്ല, പിണക്കൊന്നുമില്ല. എന്നാ ഞാൻ മാഡത്തിന്റെ സമയം കളയുന്നില്ല, ഞാൻ പോട്ടെ. ഔദ്യോഗികമായി ക്ഷണിക്കാൻ ഞങ്ങൾ ഓഫീസിലേക്കോ വീട്ടിലേക്കോ നേരിട്ട് വന്നോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നോളാം. ശരി മാഡം. ശാലിനി പറഞ്ഞു. സത്യാമ്മ സ്കൂളിൽ വന്ന് മക്കളെ വിളിച്ചോണ്ട് പോയി. അതൊരു കുഴപ്പത്തിനാണല്ലോ. എന്ത് കുഴപ്പത്തിനാണെങ്കിലും ശരി, ശിവൻ എന്റെ കുട്ടികളെ തിരിച്ചു വിളിച്ചോണ്ട് വരണം. ഞാൻ പോയാ പിന്നെയും അതൊരു വലിയ വഴക്കായി മാറും. വേണ്ട, ശാലിനി പോവാതിരിക്കുന്ന നല്ലത്. ഞാൻ പോവാം. അധികം വൈകിക്കരുത്. ഇല്ല. ശരി. പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കയ്യബദ്ധം പറ്റിയെന്ന നിലയിൽ മഹേന്ദ്രൻ മുതലാളിയെ കാണുകയും ചെയ്തു. പക്ഷെ ആള് കൂട്ടത്തിൽ നിർത്തിയില്ല, പകരം ഒഴിവാക്കി വിടുക ചെയ്തത്. അയാൾക്കറിയാം നീ കൂടെ നിന്ന അയാള് പ്രതിയാവോന്ന്, മക്കളുടെ മുന്നിൽ കൊലയാളിയാവോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നി പിഴച്ച മൂന്നെന്നാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത വഴി നോക്കാം. ആ ശിവൻ എന്നെ നോക്കി നടക്കുവാണേ. അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. എന്ത് സംശയം? ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് ശിവന്റെ കയ്യിലേക്ക് പോവാതെ നോക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. അതിന്റെ ഗുണങ്ങൾ നിനക്കിനി ഒരുപാടുണ്ടാവും. ഞാൻ എന്തിനും കൂടെയുണ്ട്. ഇനി ശിവനെ തന്നെ തീർക്കണോ? ഞാൻ അതിനും തയ്യാറാ. അവനെ അങ്ങനെ അങ്ങ് ഒതുക്കാൻ പറ്റില്ല. അതിന് ഈ കെണിയൊന്നും മതിയാവുകയില്ല. പകരം ഈ കേസ് നീ ഒന്ന് ബലപ്പെടുത്തി തരണം. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നീ എനിക്ക് ചെയ്തു തരണം. ഇതിരിക്കട്ടെ. തൽക്കാലം ആരുടെയും കണ്ണിപ്പെടാതെ നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. ബാക്കിയൊക്കെ ഞാൻ വഴി അറിയിച്ചോളാം. ശരി. എന്തിനാ അച്ഛാ സത്യാമ്മയും അമ്മയും കൂടി തമ്മിൽ വഴക്കിട്ടത്? അച്ഛൻ അറിഞ്ഞൂടെ മക്കളെ. കുറെ കഴിയുമ്പോ രണ്ടുപേരോടും കണങ്ങുമായിരിക്കും. നമ്മൾ ടൂറ് പോകുന്ന കാര്യം കൊളാവോ? അയ്യോ, എങ്ങനെയും പോവാൻ പറ്റിയ നന്നായിരുന്നു. അല്ല, നിങ്ങൾ ടൂർ പോവാന്നോ? അതെ അച്ഛാ, ഞങ്ങള് സ്കൂളിൽ നിന്നാ ടൂർ പോകുന്നേ. അത് ശരി. അപ്പം വീട്ടിൽ നിന്ന് ആരും ഇല്ലേ? വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. പിന്നെ ബാക്കി കുട്ടികളും സാറുമാരും ടീച്ചർമാരും. അല്ല, എവിടോട്ടാ നിങ്ങൾ ടൂർ പോകുന്നേ? അച്ഛനൊന്ന് കേക്കട്ടെ. പത്മനാഭപുരം കൊട്ടാരം, കന്യാകുമാരി, വിവേകാനന്ദ പാറ,
പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ടല്ലോ സത്യ, അതെവിടെയാ? ആ സുചീന്ദ്രത്ത്. ആഹാ, സുചീന്ദ്രത്ത് പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലേ മക്കളുമാര് അച്ഛനൊരു സഹായം കൂടി ചെയ്യണേ. ഈ ശുചീന്ദ്രത്തുണ്ടല്ലോ, അതിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ഹനുമാൻ കോവിലുണ്ടേ. ടീച്ചർമാർ നിങ്ങളെ അവിടെ കൊണ്ടുപോകായിരിക്കും. വളരെ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ. അച്ഛനെ പണ്ട് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമായിരുന്നു. അന്ന് ഞാനേ നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ അത് നടത്താൻ പറ്റിയില്ല. അല്ല, മക്കളുമാരിപ്പൊ പോകുമ്പോഴേ അതൊന്ന് കൊടുക്കണം. അച്ഛൻ തന്നുവിടേ. അതിനെന്താ, ഞങ്ങളുടെ അച്ഛന് വേണ്ടി ചെയ്യുന്നതല്ലേ, ഞങ്ങൾ ചെയ്തോളാം. ആ പോന്ന ദിവസം പറഞ്ഞാ മതി, അച്ഛൻ തന്നുവിടാം. കേട്ടാ? ഹായ് ശിവനങ്ങള്. ശിവനങ്ങള് വന്നു. മക്കളെ, ഉമ്മ. ആഹാ, അത് ശരി. രണ്ടുപേർക്കും ഇപ്പൊ സന്തോഷമായല്ലേ? സന്തോഷായി. അപ്പൊ പോകുമ്പോഴേ അച്ഛൻ പറഞ്ഞ കാര്യം ഒന്നും മറക്കല്ലേ. തകിട് കൊടുക്കുന്ന കാര്യമല്ലേ, അത് ഞങ്ങൾ ചെയ്തോളാം. ആഹാ, പോ ആംഗിളെ, പോ. പോവാം, വാ. നിക്ക്. എന്താ? കുട്ടികളെ സ്കൂളിൽ നിന്ന് സത്യമ്മ കൊണ്ടുവന്നു അറിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നമുക്ക് പോവാം. നിക്ക്. ഒന്നിങ്ങ് വന്നേ, ഒന്ന് ചോദിക്കട്ടെ. ചെല്ലാം. ഇവിടെ വന്നേ, കുട്ടികളെ കൊണ്ടുപോകാൻ നീ രണ്ടു കുട്ടികളുടെ ആരാ? എന്ത് ബന്ധുവാ നിനക്ക് ഇവരുമായിട്ടുള്ളത്? അതിപ്പോ സത്യമ്മേ, ഇവരെ എന്റെ മകന്റെ കുട്ടികളാ. അല്ലെങ്കിൽ അവള് വരട്ടെ, അവള് വന്ന് ചോദിക്കട്ടെ എന്റെ മുന്നില്. ഭാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിരിക്കാതെ അവന്റെ കുട്ടികളെ അവന്റെ കൂടെ വിട്. അതെ, അച്ഛനത്ര അവകാശമൊന്നും അച്ഛമ്മയ്ക്കില്ല. എന്നേ ഇവനൊന്നു പറയട്ടെ. ഇവൻ ഈ കുട്ടികളിൽ അവകാശം ഉണ്ടെന്ന് അവൻ തന്നെ പറയട്ടെ. ഞാനിവരെ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ ജീവനേക്കാൾ ഏറെ. പക്ഷേ സ്നേഹത്തിനേക്കാൾ രക്തബന്ധത്തിന് തന്നെയാ വില. അത് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലേ?